പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കലും ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറയാൻ മനസ്സിലായല്ലോ, ഒന്നില്ല നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല. നീ ഇതും പറയും, നീ എഴുതി വെച്ചോ, നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയുന്നത്. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞു നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റും. ഞാൻ തൂക്കും പറഞ്ഞാൽ മൊത്തത്തിൽ തൂക്കും. ഇത് റഹീമ. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാജില താത്ത വീണ്ടും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് ദിവസങ്ങളായി നാജില താത്തയുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കള്ളുകുടിയനും പരമനാറിയുമാണെന്ന് പറഞ്ഞ നാജില താത്ത തന്നെ പറഞ്ഞ ഷാനിക്ക നാജില താത്തന്റെ ജീവിതത്തിലേക്ക് 101ാമത്തെ തവണയാണ് തിരിച്ചു വന്നത്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് നടന്നു. നാജിലയുടെ മൂത്ത കുട്ടി മസൂറ എന്ന് പറയുന്ന കുട്ടി നാജില എന്ന ഉമ്മയെ തള്ളി പറഞ്ഞുകൊണ്ട് നാജിലയുടെ ഉമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ മസൂറ എന്ന് പറയുന്ന മകള് നാജിലയ്ക്ക് ആദ്യ ഭർത്താവിൽ ഉണ്ടായ മകളാണ്. റഹീം തന്നെ ഇടപെട്ടാണ് നാജിലയുടെ അടുത്ത് നിന്നും മസൂറയെ മാറ്റി താമസിച്ചത്. അതിന് കാരണമുണ്ട്. ഷാൻ എന്ന് പറയുന്ന നാജിലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഒരു മുഴുകുടിയനാണ്. ഇവൻ കള്ളു കുടിച്ച് വന്ന് മസൂറയെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഇവര് ഒരുമിച്ച് താമസിക്കുന്ന വീട്ടില് ഈ മസൂറ സേഫ് അല്ല. അങ്ങനെ റഹീം ഇടപെട്ടാണ് മസൂറയെ നാജിലയുടെ വീട്ടിൽ നിന്നും മാറ്റി നാജിലയുടെ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയത്. നാജിലയുടെ ഉമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ നാജിലയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ മസൂറ ഇപ്പൊ നാജിലയുടെ വീട്ടിലേക്ക് പോകാറില്ല. അങ്ങനെ ഈ നാജിലയുടെ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാജിലയുടെ മകളായ മസൂറയെ കുറിച്ചും അതുപോലെ തന്നെ ഉമ്മയെ കുറിച്ചും നാജിലയുടെ മുൻ ഭർത്താവായിട്ടുള്ള റഹീമിനെ കുറിച്ചുള്ള കുറ്റങ്ങളാണ്. നാജിലയുടെ തെറി വിളിച്ചുള്ള വീഡിയോകളാണ് വരുന്നത്. ഈ നാജിലയുടെ തെറി വിളിക്കുന്ന ഒന്നാമത്തെ ആളാരാന്നറിയോ? നാജിലയുടെ മകള്, മൂത്ത മകളായിട്ടുള്ള വെറും 11 വയസ്സുള്ള പെൺകുട്ടി. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ പോലും വന്നേക്കരുതെന്നാണ് ഈ ചെറിയ കുട്ടിയുടെ അടുത്ത് ഈ ഉമ്മ പറയുന്നത്. ആര്? നാജില പറയുന്നത്. ഇനി നാജിലയുടെ രണ്ടാമത്തെ ഇര എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സ്വന്തം ഉമ്മ തന്നെയാണ്. ഉമ്മയെ വെച്ച അദ്വിഹിത കഥകൾ വരെ ഇറക്കിയ ആളാണ് നാജില. മൂന്നാമത്തെ ഇര എന്ന് പറയുന്ന ആദ്യ ഭർത്താവായിട്ടുള്ള റഹീമാണ്. എന്നും ഈ റഹീമിനെ തെറി വിളിയാണ്. വിളിക്കാത്ത തെറി ഒന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും തെറി വിളിച്ചുകൊണ്ട് ഓരോ വീഡിയോകളാണ് ഇടുന്നത്. അങ്ങനെ സഹികെട്ട് ഈ റഹീം എന്ത് ചെയ്തു? നാജിലയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ഷാനിന് ഒരു മെസ്സേജ് അയച്ചു. ഇനി എന്റെ പേരോ മസൂറയുടെ പേരോ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്താൽ നിന്നെയൊക്കെ പോക്സോ കേസിൽ അകത്താക്കുമെന്നാണ് ഷാനിനോട് പിന്നെ ഈ മസൂറയുടെ വാപ്പ റഹീം പറഞ്ഞത്. അങ്ങനെ ഷാനിന് അയച്ച വോയിസ് ക്ലിപ്പ് പിന്നെ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, പുള്ളിക്കാരി പുറത്തു വിട്ടു. അല്ല, ഒന്നും കേട്ടിട്ട് വരാം. നിന്റെ വൈഫിനെ ചുപ്പടിയിൽ നിർത്തേണ്ട കാര്യം നിനക്കാണ്. ഇനി മേല നിനക്കും നിന്റെ വൈഫിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിങ്ങാനായിരുന്നു. ഇനി എന്റെ കൊച്ചിന്റെയോ എന്റെയോ എന്റെ കുടുംബക്കാരെ പേരിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം പൊക്കിക്കൊണ്ടുവരും, നീ അകത്താവും. പറഞ്ഞു മനസ്സിലായല്ലോ? എന്തിനകത്താണെന്നറിയോ? വീഡിയോ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നെ കളത്തിൽ ഇറക്കല്ലെന്ന് നിന്റെ ഇപ്പം നീ പാവാടവള്ളി തൂങ്ങി കിടക്കുന്നല്ലേ, അവിടെ അടുത്ത് പറഞ്ഞുവിട്. മനസ്സിലായതാ? അല്ല, പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തത് റഹീമിക്ക. അല്ല, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. കുറച്ച് ദിവസമായി ഈ പിന്നെ ഷാനും നാജിലയും കൂടെ തുടങ്ങിയിട്ട്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും കാണിക്കാവുന്നതാണോ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അല്ലെങ്കിൽ ഈ നാജിലയുടെ ഉടായ്പകളൊക്കെ അവസാനിപ്പിക്കണമെന്നുള്ളത് ആരെങ്കിലും ഒക്കെ വന്നതൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ്. റഹീമെങ്കിൽ റഹീം വല്ലതൊക്കെ നടക്കുമെന്ന് നോക്കാം. കേട്ടാ, കളി എന്റെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയോണ്ടല്ല കളി വിളിക്കും. നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഈ ഇവള്? അതിന് ഇപ്പം ആരാ ചെല്ലടിയിൽ പോയത്? ഞാനാടാ പോയത്? നീ അവളുടെ അടുത്ത് പറഞ്ഞോളൂ, എടീ നജില, ഞാനാണ് പോയത്. ഇപ്പൊ കൊച്ചെവിടെ ഉണ്ട്? നിന്റെ അടുത്തുണ്ടോ? ഇപ്പൊ ഞാനാ ഇപ്പൊ ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്നത്. കൊടുക്കാൻ നീ സമ്മതിച്ചില്ല. നീ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമ്പോ കൊണ്ടുപോയത് നിനക്ക് ഒരു ഭർത്താവ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സനോബർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷംസുദി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യവൻ, പിന്നെ ഇനി അടുത്തത് ആരെങ്കിലും കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവന്നതും അവിടെ ഇവിടെ കൊണ്ടുവന്നത് ചിലവിനോടൊക്കെ എനിക്ക് പറ്റൂല. ഞാൻ കൊച്ചിന് കൊടുക്കുമെന്ന് പറഞ്ഞ് നിനക്ക് എത്ര തവണ ഞാൻ തന്നിട്ടുണ്ടടി. നീ എന്റെ ചോദിച്ചു മേടിച്ച് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് പോയപ്പോഴത്തേക്ക് റീചാർജ് മേടിക്കാൻ എന്നെ വിളിച്ചു. അപ്പൊ ആദ്യ ഭർത്താവായിട്ടുള്ള റഹീമുമായിട്ട് ഇപ്പോഴും നാജില കോണ്ടാക്ട് ഉണ്ടെന്നർത്ഥം. 10 ദിവസം മുമ്പ് ഇയാളെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഈ നാജില ആള് കൊള്ളാലോ. യൂട്യൂബിൽ വന്ന് കുറ്റം പറച്ചിലും തെറിവുകളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ റഹീമിക്കായി ഇവള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് ട്രൂ ലവ്. അതുകൊണ്ട് എന്നെ കളത്തിൽ നീ ഇറക്കരുത്. ലവനകത്താവും. നീ ഇവളെ പാവാടി കൊള്ളുന്നുണ്ട്. നീ എന്റെ അടുത്ത് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെ, ഈ കൊച്ചിനെ കൊണ്ട് ഈ ചൈൽഡ് ലൈനിൽ ഞാനാ കൊടുത്തത്. നിങ്ങളല്ലേ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചത്. ആ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. കേട്ടാ, ഇനി 2-3 വീഡിയോ ഉണ്ട്. നീ കളി കുടിച്ചതും, നീ കൊച്ചിനെ ഉപദ്രവിച്ചതും, വീട് തല്ലി പൊളിച്ചതും, പിന്നെ കൊച്ചിനെ കുടുവാള കൊണ്ട് ഓടിപ്പിച്ചതും, ഈ എവള് കഴുത്തിന് പിടിപ്പിച്ചതും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്ന എവിടെയെന്നറിയോ? ഇവിടെ കല്ലമ്പലത്തോ പള്ളിക്കലോ ഒന്നും അല്ല. നീ കേട്ടോണം.
ഈ നജിലായും കേട്ടോണം. ഞാൻ പോകുന്ന എവിടെയെന്നറിയോ? ഇവിടെയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏതാണെന്നറിയോ? നിന്നെ തൂക്കിയകത്തിടും. നിന്നെ എവിടെ പോസ്കോ കേസിൽ ജാമ്യം കിട്ടാൻ എവിടെ ഉണ്ടല്ലോ, എവിടെ കുടുംബം വെക്കേണ്ടി വരും. എന്നെ കളത്തിൽ ഇറക്കിപ്പോയിടും. ഇനി ഒരു വീഡിയോ എന്റെ പേരിലോ, എന്റെ ഉമ്മാടെ പേരിലോ, എന്റെ മഞ്ജുവിന്റെ പേരിലോ, എന്റെ വാപ്പാടെ പേരിലോ, എന്റെ ഈ മസറുവാടെ പേരിലോ നീയോ അതിന്റെ ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആട്ടപ്പടലും ഞാൻ പൊക്കും. ഇത് ഞാനാണ് പറയുന്നത്. നിനക്കറിഞ്ഞൂടാ ഈ ചാനൽ ഇടാറാ ഞവരെ തയ്യാറി. നിനക്കറിഞ്ഞൂടാ. ഇവിടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം അറിയാം. എന്നെ ഇറക്കരുത്. നീ ഇറക്കി കഴിഞ്ഞാണ്ടല്ല മൊത്തം തെളിവും കൊണ്ടുകൊണ്ട് പോയിട്ട് നിന്നെ അവിടെ വന്ന് ഞാൻ തൂക്കും. ഇത് ഞാനാ പറയുന്നത്. റഹീം നജിലാടത്ത് ചോദിച്ചാൽ എന്നെ അറിയാം. റഹീമിക്ക എന്ന് നാജില പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇക്ക ആള് മാസാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഒന്നും നോക്കണ്ട റഹീമിക്ക, വേഗം പോയി കേസ് കൊടുക്കും. കാരണം നാജില ആണ് ആള്. ഇനിയും വീഡിയോ ഈ പുള്ളിക്കാരി ചെയ്യും. വീഡിയോ ചെയ്യുന്നത് കാത്തിരിക്കുന്നതിലും നല്ലത് ഇപ്പോഴേ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതാണ്. ഷാൻ എന്ന് പറഞ്ഞവൻ ആ കുട്ടിയെ നല്ലപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവന്റെ ഉപദ്രവം സഹിക്കാതെയാണ് ആ കുട്ടി അവിടെ നിന്ന് പോയത്. പഠിക്കാൻ മടിയായതുകൊണ്ട് പോയതാണെന്ന്. ഇവനിക്കൊക്കെ എന്തായാലും നല്ല പണി കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നീ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ കൂടെ ഞാൻ നജിലാടയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നത്. എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഓപ്പൺ ആക്കാൻ നീ ഇടവരുത്തരുത്. കാര്യം എന്താണെന്നറിയോ? നിന്റെ ഫസ്റ്റ് ചരിത്രം തൊട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങും. ഏത് ചാനലാണെന്നറിയോ? ഇനിയിപ്പോ മസ്റൂറ റഹീം എന്ന് പറഞ്ഞ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാൻ പോവാൻ നീ ഇടവരുത്തരുത്. ഇത് നജിലാടത്താ പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? നിനക്ക് മാത്രമേ ചാനൽ തുടങ്ങാൻ പറ്റൂടി. നിനക്ക് മാത്രമേ ഈ ചരിത്രങ്ങൾ പറയാൻ പറ്റൂ. കള്ളത്തരങ്ങളും നുണകളും. നിന്റെ പാവാടകളി തുടങ്ങി വെക്കുന്ന അവന്റെ അടുത്തുണ്ടല്ലോ, അവന്റെ അടുത്ത് നീ നുണ പറഞ്ഞുവിടും. എന്റെ അടുത്ത് പറയരുത് നീ എന്റെ ചരിത്രം. നീ എന്റെ കൂടെ എത്ര വർഷം ജീവിച്ചടി? ഞാൻ എന്ത് ചെയ്തെന്നില്ല നിനക്ക് ഇതുകൊണ്ട് നീ ഓരോരുത്തന്മാരെ തെരഞ്ഞെടുത്ത് ഞാൻ എടുക്കുന്നതാണ്. നീ കളത്തങ്ങൾ പറഞ്ഞു ജമാത്തിൽ ഇവിടെ ഉണ്ട്. നീ അങ്ങനെ നീ എന്നെ ഇവിടെ പൊക്കാൻ ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ നാട്ടിയിരിക്കുന്നു. എന്നാ ഞാൻ നിനക്ക് എന്തെങ്കിലും ചെലവിലാകുന്നില്ലാതെ നീയാ എഴുതി വെച്ചത് സദാവർണ്ണ ഫേസ്ബുക്കിൽ കണ്ടിട്ട് എന്റെ അടുത്ത് തലാഖ് എനിക്ക് പിന്നെ വാട്സപ്പിൽ കൂടെ അയക്കാൻ പറഞ്ഞത്. നീ നോണ പറഞ്ഞിട്ട് ഈ വാട്സപ്പിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്. ചൊല്ലടാ തലാഖ് എന്ന്, അതും വാട്സപ്പിലൂടെ. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ റഹീം എന്നെ വാട്സപ്പിലൂടെ തൊലാക്ക് ചൊല്ലിയെന്ന്. ഇപ്പൊ റഹീം പറഞ്ഞ കേട്ടില്ലേ, നാജില പറഞ്ഞിട്ടാണ് തൊലാക്ക് ചൊല്ലിയെന്ന്. ഇതിലിപ്പോ ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാ നീ കളത്തിൽ ഇറക്കരുത്. ഞാൻ ഇപ്പം പറഞ്ഞത് കൊച്ചിനെ സേഫ് ആക്കിയിട്ടുണ്ട്. എന്റെ മോളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധം. നിനക്ക് ഇപ്പൊ വന്ന ഒരു മാപ്പിള ഉണ്ടല്ലോ പാവടവള്ളി, ആ ഡ്രൈവറെ കൊണ്ട് അതും കൊണ്ട് നടന്നു വേണം. ഇനി മേല പറഞ്ഞിട്ടില്ല കൊച്ചിന്റെ ഫോട്ടോയോ എന്നെ കുറിച്ചോ നീ ആ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മസ്റൂറ റഹീം എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇപ്പൊ ഓപ്പൺ ആവും. പറഞ്ഞു മനസ്സിലായല്ലോ? നീ അസ്തമിക്കാൻ പോണം. നീ കേട്ടാ മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതുമല്ല ഈ തെളിവുകളെല്ലാം കൊടുത്ത് ലവനകത്താവും. അതുകൊണ്ട് ഒന്നേ ഉള്ളു ചെയ്യാനുള്ളത്. ഒന്നീ യവനായിട്ട് നീ ജീവിക്കുക. മോളെ കാര്യം നീ നോക്കണ്ട. ഇത്രയും കാലം നീ നോക്കിയെന്നല്ലേ പറഞ്ഞു. നോക്കിയത് ആരോടെ? എന്റെ കൂടെ അല്ലല്ലോ നീ നോക്കിയത്. നീ സനാഫറിന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ ശംസുദ്ദീനിലൂടെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ പിന്നെ ഇപ്പൊ ഈ കട്ടയിന്റെ ഇടയിൽ നിന്ന് പിടിച്ച ഇവന്റെ കൂടെ കല്യാണം കഴിക്കാത്ത ഇവന്റെ കൂടെ പാവടവെളിയും തൂങ്ങി നടക്കുന്ന ഇവന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്. അപ്പൊ ചിലവിനേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്നെ കളത്തിൽ നീ ഇറക്കരുത്. ഇറക്കിയാൽ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ ഈ ഇതെല്ലാം കേട്ടിട്ടേ ഇരിക്കുന്ന എന്തുകൊണ്ടാണല്ലോ നിന്റെ ഒരു പിടിവള്ളി കിട്ടണം. നിന്നെ കണക്ക് ഈ വാർത്തകൾ അടിക്കുന്നതല്ല ഞാനെന്ന് നിനക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇറക്കിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, അവളെ സേഫ്റ്റിയാണ് എന്റെ മോളെ സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത്. കണ്ടവന്മാരുണ്ടായ പിന്നെ മക്കളെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യം ഞാൻ പൊതുവായിട്ട് പറയാണ്. എനിക്ക് എന്തിനാ നോക്കേണ്ട കാര്യം? ഇവള് ഒന്ന് കെട്ടി എന്റെ കൂടെ അതിനെ ആദ്യമായിട്ട് കെട്ടിയത്. അവള് എന്റെ അടുത്ത് പറഞ്ഞു ബന്ധം തീർത്ത എനിക്ക് തലാക്ക് തന്നാതെന്നും പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്നപ്പോ തലാക്ക് ചോദിച്ച് സനാവറുമായിട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് എന്റെ മോളെ കൊണ്ട് സനാവറിന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവനും ഒരു കൊച്ചുണ്ടായി. അപ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നത് അവളാണ് വിളിക്കുന്നത്. അതിപ്പോ എന്റെ കൊച്ചിനേല് ചെലവ് കിട്ടുമെന്ന് എനിക്ക് എന്തൊരു ഉറപ്പ്? അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് എവിടെ എന്റെ അടുത്ത് സ്ഥിരം സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം പറഞ്ഞ് ഇവിടെ ഉമ്മായിട്ട് പ്രശ്നമാണെന്നും പറഞ്ഞ് തൊളിക്കുടി പോകണമെന്നും പറഞ്ഞ് അവിടെ വീട് വാഴെടുക്കണമെന്നും പറഞ്ഞ് അതിന്റെ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ 5000 രൂപ എന്റെ അടുത്ത് ചോദിച്ചോളൂന്ന് പറയുന്നത്. 5000 രൂപയൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശംസുദ്ദീനായിട്ട് കൂടി. ശംസുദ്ദീൻ എന്തരാ അവിടെ അവഹിതം, സനാഫറിന് എന്താ മറ്റേ വിസ്മയായിട്ട് അവഹിതം, പിന്നെ നിനക്കെന്തരാ ഷാൻ ഇപ്പൊ നീ ഈക്കുന്ന ഷാനിന് എന്തരാ അവനും അവഹിതം. എന്റെ പേരിൽ വല്ല അവഹിതം ഉണ്ടാടി? ഞാൻ നിന്നെ നല്ലടക്കല്ലേ നോക്കിയത്. എന്റെ പേരിൽ വല്ല അവഹിതം നീ പറയുന്നുണ്ടാ? നീ ഇപ്പൊ ആദ്യം സനാഫറിനെ കെട്ടി വിസ്മയായിട്ട് അവഹിതം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. രണ്ടാമത് പിന്നെ ഷംസുവിനെ കെട്ടി. മൂന്നാമത് ഷംസുവിനെ കെട്ടി പറഞ്ഞ് അവന് വീഡിയോ കോളിൽ ആ വീതം പറഞ്ഞ് അവൻ പോയി അവൻ എന്തായാലും ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് ഈ എന്റെ മോളെയും കൊണ്ട് അവന്റെ മോളാണെന്നും പറഞ്ഞ് നീ കാണിച്ച് കുറെ പൈസ ഉണ്ടാക്കി. നാജിലക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ റഹീം ഉന്നയിച്ചത്. ഇവരുടെ 3ാമത്തെ ഭർത്താവായിട്ടുള്ള ഷംസുദ്ദീൻ മരിച്ച സമയത്ത് മസൂറ ഷംസുദ്ദീന്റെ മകളാണെന്ന് പറഞ്ഞ് പൈസ പിരിച്ചു എന്നാണ് പറയുന്നത്.
വാപ്പ മരിച്ച പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും. ആളുകൾ ഇഷ്ടംപോലെ പൈസയും കൊടുക്കും. പിന്നെ റഹീം പറഞ്ഞ കേട്ടില്ല, ഓരോ ഭർത്താവിനും അടുക്കുമ്പോഴും ഇവളെന്താക്കും, ഭർത്താക്കന്മാരുടെ പേരിൽ അവിഹിതം ആരോപിക്കും. എന്നിട്ട് ഇവള് വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. എന്തായാലും ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ഷാനിനെ ഉപേക്ഷിച്ച് അടുത്ത ഒരുത്തന്റെ കൂടെ പോകുന്നു ഉറപ്പാണ്. റഹീം തന്നെ അത് തുടർന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കലും ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവനെ കൊണ്ടുവന്നു. ഇവനും അവിഹിതം. ഇവൻ അവിടെ കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ പിന്നെ സരിതായിട്ട് ബന്ധം. പിന്നെ അതൊക്കെ നിന്റെ തെളിവില് നീ എന്നെ പറയുന്നുണ്ട്. കൊച്ചിനെ ഉപദ്രവിച്ചതും ഓടിയതും നീ കിടന്ന് നിലവിളിച്ചതും എല്ലാം പറയുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നതും പിന്നെ കുറെ ആലുവയിൽ കിടക്കുന്ന കുറെ ആന്റിമാരായിട്ടുള്ള ബന്ധം ഇതെല്ലാം പറയുന്ന അവിഹിതം. എന്റെ വല്ല അവിഹിതം ഉണ്ടാടി? നീ നല്ലോണം ജീവിച്ചോളെ. അതാ പറഞ്ഞ ഒന്നില്ല നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല. നീ ഇതും പറയും. നീ എഴുതി വെച്ചോ. നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയുന്നു. എഴുതി വെച്ചോ. അത് ഞാൻ കാത്തിരുന്നതല്ല. ഇനി ഇത്രയും കാലം നീ വളർത്തി എന്ന് പറയുന്നത്. നീ എന്തിനു വളർത്തി? നീ എന്തിനാ വളർത്തിയത്? കൊച്ചുങ്ങളെ നീ കൂടെ ഇരുത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി നീ നിലനിൽപ്പായപ്പോ നിനക്ക് കുറെ ഇതായിപ്പോയി. അതുകൊണ്ട് കൊച്ചു ഹെൽപ്പിനാണ് ഞാൻ ഇപ്പൊ കളത്തി. എന്നെ കൊണ്ട് ഇനി ഇറക്കിപ്പോയിരുന്നു. നിന്റെ ഊപ്പാട് ഞാൻ വരുത്തും. പറഞ്ഞല്ലോ, പറഞ്ഞ മനസ്സിലായല്ലോ. ഇതെല്ലാം തെളിവുണ്ട്. ഞാൻ ഇത് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇതായത് കൊച്ചുങ്ങളാണ്. കൊച്ചുങ്ങൾ നാളെ വളർന്നു വരുമ്പോഴത്തേക്ക് അവര് നീ വീട്ടിനകത്തേക്ക് വീഡിയോ ചെയ്യുന്ന കൊച്ചുങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയും നിന്റെ വാപ്പാലടി. അത് പിന്നെ ആദ്യം ഇറങ്ങി പിന്നെ സനോ പറയും. ഇപ്പൊ ആരടി? ഇപ്പൊ സംസ്കൃതി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാൻ. ഇപ്പൊ നാളെ ആ കൊച്ചുങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിനക്ക് വല്ല ബോധം ഉണ്ടായി. പോത്തിന് എന്തൊരു ഏക്കറാണെന്ന് പറഞ്ഞാൽ നിനക്ക് വല്ല കുഴപ്പമില്ല. നീ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു മോനുണ്ടല്ലോ, അല്ലെങ്കിൽ കേൾക്കണേ മോളെ എന്തിനായിക്കോട്ടെ അതിനെ കൊണ്ട് വളർത്തിയിട്ട് അടങ്ങി ഒന്നി അവിടെ നോണം കേട്ടാ. പറഞ്ഞ മനസ്സിലായി. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞ് നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റും. തൂക്കും ഞാൻ. തൂക്കും പറഞ്ഞാൽ മൊത്തത്തിൽ തൂക്കും. ഇത് റഹീമ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വല്ലാത്ത ഒരു ജന്മം തന്നെ. ഒന്നും പറയാനില്ല. ചീഞ്ഞ് നാറിയ കുറെ ജീവിതങ്ങൾ. എന്നിട്ട് എല്ലാം യൂട്യൂബിൽ വന്നിരുന്ന നാട്ടുകാരെയും കൂടെ അറിയിക്കും. എന്തായാലും നാജിലേക്കും ഷാനിനും എതിരെ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തെന്നാണ് ഈ റഹീം പറയുന്നത്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.